ഭയങ്കര റീഫ്രഷിംഗ് അല്ലേ? ഫേമസ് ബാൻമിയാണ്. തേങ്ങയുടെ സംഭവം നമോ നല്ല കാറ്റല്ലേ? ലാസ്റ്റ് കളിയാക്കി ഒടുവിൽ ഞാൻ ഈ സാധനം എടുക്കാൻ പഠിച്ചു. ഹായ് ഹായ്. Gentlemen, your attention please. For your safety. നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അന്നമ്മോ എവിടെ എത്തി നമ്മൾ? വെൽക്കം ടു ദനാങ്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും അവർ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രോളി. നമ്മളിവിടെ സിം എടുത്തു. ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സിം നോക്കാനൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ബിച്ചൻ പറഞ്ഞത് സിം എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിതേ സിം എടുക്കും കേട്ടോ. നമ്മളിതേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഡോളറൊക്കെ മാറ്റി ചേഞ്ച് ചെയ്തു. കണ്ടോ? അങ്ങനെ നമ്മൾ ഗ്രാബ് പിടിക്കുകയാണ്. ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് നമ്മളിവിടെ വണ്ടി വിളിച്ച് പോകാൻ തുടങ്ങുകയാണ്. കണ്ടോ ഇവിടെ ടാക്സിക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രാബ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടോ ഗ്രാബുകാർ അങ്ങോട്ടാണ്. നമ്മൾ പോവാണ്. പൊയ്യാനിലേക്ക് പോവാണ് കേട്ടോ. കുറേ പേരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിത് എയർപോർട്ടിൽ നിന്ന് ടാക്സി എടുത്തിട്ടുണ്ട്. ടാക്സിയിൽ നമ്മളിത് ഹോയിയാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ നമ്മൾ ഓൺ ദ വേ ടു ഹോയിയാൻ. അങ്ങനെ നമ്മളെത്തി. ഡീറ്റെയിൽസ് പറഞ്ഞു തരാണ് കേട്ടോ നമുക്ക്. താഴത്തുനിന്ന് കയറി വന്നു. ഇതാണ് നമ്മളുടെ റൂം 404. അപ്പോൾ ഇപ്പിച്ചൻ അവിടെ അകത്ത് എന്തൊക്കെയോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കയറി ചെല്ലാം. ഇതാണ് നമ്മുടെ റൂം. ടടാ, ഇങ്ങനെ ഒരു വാഷ്റൂം ഇവിടെ ഉണ്ട് കണ്ട. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുട്ടി എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. പിന്നെ ഇതേ ഓരോന്നിനും എക്സ്ട്രാ വേണമെങ്കിൽ. പക്ഷെ ഇവിടെ വെള്ളമുണ്ട്. അവിടെ വെള്ളമില്ലായിരുന്നു. ചായ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കണ്ണാടിക്കോടും കൂട്ടി ആണ് ബെഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ? നീ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാട്ട് കാണിക്കൂ. തുറക്കൂ, വേഗം തുറക്കൂ. ഇതാണ് റിവർ വില്ല എന്ന് പറയാൻ കാരണം. കണ്ടോ? ആണല്ലേ? ഹോയിയാൻ ഓൾഡ് ടൗൺ ആണ് ആ കാണുന്നത്. ഓക്കെ, അങ്ങോട്ട് നമ്മൾ സൈക്കിൾ എടുത്ത് പോകണം. അങ്ങോട്ട് സൈക്കിൾ, അവിടെ കാറുകളൊന്നും അലൗഡ് അല്ല. പെട്രോൾ. അപ്പൊ ഇന്നിപ്പോ കിടന്നുറങ്ങിയിട്ട് നമുക്ക് എണീറ്റിട്ട് ഇതുവഴി ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സൈക്കിൾ മാത്രമാണ് അതിന്റെ ഉള്ളിൽ. ഓൾഡ് ടൗണിന്റെ ഉള്ളിൽ സൈക്കിൾ മാത്രമാണ്. ഇവിടെ എല്ലാ ഹോട്ടൽസിലും സൈക്കിൾ അവർ കൊടുക്കുന്നുണ്ട്. അതിന് സൈക്കിൾ എക്സ്ട്രാ പേയ്മെന്റ് വേണോന്ന് അറിയത്തില്ലല്ലോ. ചോദിച്ചില്ല, അത് ചോദിക്കാം. പിന്നെ ഇവിടെ നൈറ്റ് ആവുമ്പോ ഫുൾ ക്രൗഡഡ് ആയിരിക്കും കേട്ടോ. നല്ല രസമായിരിക്കും. നമുക്ക് നൈറ്റ് അപ്പൊ കാണാം. അപ്പൊ നമുക്കിപ്പോ റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നീണ്ട കുറച്ച് ഉറക്കത്തിന് ശേഷം നമ്മള് ട്രിപ്പ് വന്നത് നമുക്ക് റിലാക്സ് ചെയ്യാനും കൂടിയാണല്ലോ. അങ്ങനെ നമ്മൾ രാവിലെ മറ്റേ ഭയങ്കര ടയർഡായിരുന്നു. ഉറങ്ങി എണീറ്റ് റെഡിയായി നമ്മൾ നൈറ്റ് വൈബിന് പോവുകയാണ് ഗൈസ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയൊക്കെ പോലെ കേട്ടോ ഇവിടുത്തെ ഒരു വൈബ് ഉണ്ടോ. ഇവിടെയും പള്ളിയും പെരുന്നാളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മ എവിടെ പോവാം? ഹോയിയാൻ സ്പെഷ്യൽ നൂഡിൽസ് തപ്പി നടക്കുകയാണ്. നൂഡിൽസ് അല്ലല്ലോ, സ്പെഷ്യൽ നൂഡിൽസ്.
ഹോയാനിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ നൂഡിൽസ്, ഒരു സ്പെഷ്യൽ ഡിഷ് അന്നാണ് അവർ പറഞ്ഞത്. ഒരു 5 മണിക്ക് കട ക്ലോസ് ഔട്ട്. ഇപ്പോഴാണ് ഞങ്ങൾ നോക്കണേ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിരിക്കുകയാണ് കേട്ടോ ഹോയാനിൽ വന്നിട്ട്. ദോശയുണ്ടോ? ഓ മൈ ഗോഡ്, സൗത്ത് ഇന്ത്യൻ ദോശ, മസാല ദോശ കണ്ടിരിക്കട്ടോ. 1,50,000 രൂപയുടെ മസാല ദോശ. കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ കാണുന്നുണ്ട് കേട്ടോ. കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കട തപ്പി ഇറങ്ങിയതാട്ടോ. കുറച്ച് നടക്കാനുണ്ട്, 10-15 മിനിറ്റ് നടന്നു. കാവലാവു എന്ന് പറയുന്നത് ഇവരുടെ ഫുഡായിരുന്നു. അപ്പോൾ ടീ വെച്ചിട്ടുള്ള താൻ അങ്ങനെ എന്തോ ആണ് ഇവരുടെ കടയുടെ പേര്. പക്ഷേ കൗലാവ് എന്നാണ് ആ ഫുഡിൻ്റെ പേര്. കൗലാവ് എന്ന് പറയുന്ന ഫുഡാണ് ഫേമസ് കേട്ടോ ഹോയാനിൽ. അപ്പോൾ അത് കുറേ കടകളുടെയൊക്കെ പേര് ഒരേപോലെ തോന്നി. ലാസ്റ്റ് ഞങ്ങൾ ഒടുവിൽ കണ്ടു പിടിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് വന്നു. ഇതാണ് കൗലാവ്. അപ്പോൾ അന്നമ്മത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതായിട്ടിരിക്കും കേട്ടോ. അങ്ങനെയുണ്ട്, ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ. ഇതാട്ടോ ഇവിടുത്തെ 50,000 രൂപ വിയറ്റ്നാമീസ് ഡോങ്. നമ്മൾ ലാർജ് ബൗളാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അടുത്ത വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. മാഡം ഖാ ബാൻമി എന്ന് പറഞ്ഞ സംഭവം. ബാൻമി നമ്മൾ വന്നപ്പോൾ കഴിച്ചേ. അത് പക്ഷേ ഹോയാനിലെ ഫേമസ് ഇവിടെ. ആ ഇവരുടെ ഫേമസ് ബാൻമിയാണ്. അകം നിറച്ചുണ്ടല്ലേ. ബാർബിക്യൂ. രക്ഷയില്ല കേട്ടോ. വെറൈറ്റി, വേറെ ലെവലല്ലേ. വൈബ് നോക്ക്, എന്ത് രസമാണ് നോക്ക്. നമ്മുടെ നാട്ടില് ഇതുപോലെ അവനൊരു ഇരയെ കിട്ടി. ഓ കട നോക്ക്. ഇത് കണ്ടോ, അകം കണ്ടോ? ഓ അതെന്താ സാധനം? അമ്പലാണോ? ഇവിടുത്തെ എന്തോ ഫേമസ് ഡ്രിങ്കിൻ്റെ ഷോപ്പാണേ. ഇപ്പോൾ വേണ്ട, കം ബാക്ക്, വി വിൽ കം ബാക്ക്.
നമ്മ എന്നാ ചെയ്യാൻ പോയത് തന്നെ ചൂണ്ടിടാൻ പോകണം. അപ്പൊ നമ്മളത് ലാൻറ്റേൺ ഒഴുക്കാൻ പോവാട്ടോ. എന്നിട്ട് വേണം നിന്നെ ഇവിടെ അവര് അകത്ത് പിടിച്ചിടാൻ. നമ്മോ നല്ല രസം. നമ്മള് വലിയ ലൈഫ് നടക്കാം. ലാൻഡ് one. How much? ഭയങ്കര റീഫ്രഷിംഗ് അല്ലേ? ഓവൻ പിസ്സ ആണ്. You want beer or no cold beer? You want beer? No cold. No. നമ്മൾ പീറ്റ്സ ട്രൈ ചെയ്യാൻ വന്നിരിക്കുക. അവിടെ വിയറ്റ്നാമിൽ വന്നിട്ട് പീറ്റ്സ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ബാക്കി ഇവിടുത്തെ എല്ലാ ട്രഡീഷണലും കഴിച്ചു. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ നമ്മുടെ പിസ്സ വന്നിരിക്കുകയാണ്. അന്നമ്മ വീഡിയോ ഇടാനുള്ള തിരക്കിലാട്ടോ. വീഡിയോ ഇടാനുള്ള തിരക്കിലാണ്. നമുക്ക് എൻജോയ് ചെയ്തു. പിസ്സ എൻജോയ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറയാം. ഓക്കെ, നമ്മൾ വരുന്ന വഴിക്കൊരു മസാജ് സെന്ററിൽ കയറി മസാജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാൻ കേക്ക്, മാംഗോ ഉണ്ട്, പാൻ കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നൈറ്റ് മാർക്കറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നും പതിവ് പോലെ ലേറ്റായി നമ്മൾ എണീറ്റു. നമ്മളല്ല, ഇന്നും ഞാനാണ് ലേറ്റ് ആയത്. അങ്ങനെ നമ്മൾ എണീറ്റ് റെഡിയായി നമ്മൾ പോവുകയാണ്. കോക്കനട്ട് ബാസ്ക്കറ്റ് എന്തോ സംഭവം, കോക്കനട്ട് ബാസ്ക്കറ്റ്, അതായത് ഇങ്ങനെ വട്ടത്തിലുള്ള നമ്മുടെ ഇതിൻ്റെ അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എത്തുന്നുണ്ട് കേട്ടോ. നടന്ന് നമ്മൾ പോവുകയാണ്. ടാക്സിക്ക് 75,000 ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. ഇതുണ്ട് ഇവിടെ ഫുൾ തെങ്ങാണ്, കണ്ടോ? വിഴുന്നിറങ്ങിയതാണ് ആൾക്കാർ, കണ്ടോ? ഞണ്ട് എവിടെ? ആ, കുറെ ഞണ്ട് ഇവര് പോകണ്ടുണ്ടോ.
നമ്മുടെ അങ്ങനെയാണോ? അതങ്ങനെ നിർത്തിയാണ്, എന്നാലേ അത് പോവുള്ളൂ. തേങ്ങയുടെ സംഭവം ഐസ് കിട്ടിയിട്ട് അവർ തരുന്നത്. ഇതിങ്ങനെ മുകളിൽ മാത്രമാണ് ഇതുള്ളത്, താഴെ ഫുൾ ഐസ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ പോയപ്പോ കണ്ട സൈഡിൽ കണ്ട കോക്കനട്ട്, വാട്ടർ കോക്കനട്ട്. നമ്മുടെ കരിക്ക് പനന്നാങ്കോ, അതൊക്കെ പനന്നാങ്ക് കഴിക്കുന്നു. പനന്നാങ്കല്ല, അതിനെന്താണ് പറഞ്ഞത്? ആ മറ്റേ ഒരു സാധനം റോഡ് സൈഡിലൊക്കെ വയ്ക്കില്ലേ, അതേപോലത്തെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. നങ്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. നമ്മൾ നന്നായി റൂമിൽ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക്. മോർണിംഗ് ഗ്ലോറി, അതിൻ്റെ അകത്തെ മെനു നോക്കി ഇരിക്കുന്ന എബിച്ചനാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് കിടിലനാട്ടോ കാണാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കഴിക്കാൻ 11 മണിയായപ്പോൾ പോവാണ് ഗൈസ്. ഞങ്ങൾ എന്നും രാവിലെ വിചാരിക്കും ഒരു 7 മണിക്ക് എണീക്കണമെന്ന്. പക്ഷേ 7 മണിയാകുമ്പോൾ നമ്മൾ അലാം വെച്ച് 8 മണിക്ക് എണീക്കും. പക്ഷെ പിന്നെ ഞങ്ങളൊന്ന് ചിന്തിക്കും, ഷടാ 1 മണിക്കൂറൂടെ കിടന്നാലോ, വെക്കേഷൻ ഒന്നല്ല, എന്തിനാ നമ്മൾ ഓടിച്ചാടി കിടക്കണേ. അങ്ങനെ നമ്മൾ പിന്നെയും ആലോചിച്ച് പിന്നെയും തിരിഞ്ഞു കിടന്ന് അവസാനം നമ്മൾ എണീക്കുന്നത് 10 മണി 11 മണി. ഇന്നലെ ഡേ വരുമ്പോഴത്തേക്ക് ഏകദേശം സമയം. ഇപ്പൊ എബിച്ചൻ ഇത് പറഞ്ഞുകൊണ്ട് നോക്കിക്കോ, ഇനി തീ തുപ്പുന്ന വെയിലായിരിക്കും ഗൈസ്, നോക്കിക്കോ. റെസ്റ്റോറന്റ് കണ്ടോ, ദ പ്രസിഡന്റ് റിവർ ഹൊയ്യാൻ. അതെ നമ്മൾ കട തപ്പി വന്നിട്ട് നോക്കി, എന്ത് റഷാന്ന് നോക്കി, ഭയങ്കര തിരക്കുള്ള കടയാട്ടാ. നമ്മൾ മുകളിലേക്ക് പോകാന്ന് പറഞ്ഞു കേട്ടോ. നമ്മ എങ്ങനെയുണ്ട് ബാൻമി, എങ്ങനെയുണ്ട്? ഇന്നലെ ട്രൈ ചെയ്ത ബാൻമിയാണോ ഇവിടുത്തെ ബാൻമിയാണോ അടിപൊളി? ഉള്ളു കാണിച്ച് രണ്ടും നല്ലതാണല്ലേ, ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ. ഇന്നലെ നമ്മൾ വേറെ ഇത് ബീഫാണെന്ന് തോന്നുന്നു അല്ലേ? ബീഫ് തന്നെയായിരുന്നു ട്രൈ ചെയ്തത്. ആ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും എന്താ കഴിച്ചതെന്ന്, ഓർമ്മയില്ല ഗൈസ്. ചോക്ലേറ്റ് അവക്കാഡോ സ്മൂത്തി കേട്ടോ, അതിൻ്റെ മുകളിൽ ഫ്രൈഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഒരു സൂപ്പ്, പിന്നെ ഇവിടുത്തുകാരുടെ ഫേമസ് ആണ് ചിക്കൻ റൈസ്. നമ്മൾ തേടി വന്ന സ്ഥലം ഇതാണ് കേട്ടോ, പൂവോങ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ കഴിച്ചത് എന്താണ്? പൂവോങ്ങിന്ന് കഴിച്ചത് എന്താ? ചിക്കൻ റൈസും
ബാൻമി ഇവിടുത്തെ ഫേമസ് ബാൻമിയാണ് കേട്ടോ. ബാൻമിയാണ് കിടിലൻ. പോവാം ബാൻമി കഴിച്ചിട്ട് ഇറ്റ്സ്മേനമ്മ അങ്ങോട്ട് പോവാണോ? ഇറ്റ്സ്മേനമ്മ ബീച്ചിൽ പോവാണ്. പോണ വഴിക്ക് നട്ടുച്ചയാണെങ്കിലും വെയിലില്ല ഗൈസ്, നല്ല ഇതാട്ടോ. നമുക്കിത് മനസ്സിലാവാത്തതാ. നമ്മള് മാലദ്വീപ്സ് വെച്ച് നമുക്ക് മനസ്സിലായി, പക്ഷെ വീട്ടിൽ ചെന്നപ്പോ കരിഞ്ഞില്ല. അതുപോലെ നമ്മള് കരിയുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഇതാട്ടോ. ആഡി ഫീൽഡാണ് മൊത്തം. നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്താണ് പോണേ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആങ്നാങ് ബീച്ചിലെത്തിരിക്കുകയാണ്. ആങ് ബാങ് ബീച്ചാണ്. ഇപ്പം സമയം ഇവിടെ നട്ടുച്ച കേട്ടോ, പക്ഷേ നല്ല കാറ്റും വെയിലും കുറവാണ്. നമ്മോ നല്ല കാറ്റല്ലേ? വെയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വെയിലുണ്ട് പക്ഷെ ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ വന്നാലും എൻ്റെ മനസ്സിൽ ഈ സാധനം ഉണ്ടെന്നായിരുന്നു. ഇതുണ്ടെങ്കിൽ ഇവിടെ വെയിലില്ലാതെ കിടക്കാലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഓ ഇവിടെ ഈ സ്ഥലത്തിൽ ഇതുകൊണ്ട് കടലിൽ കൊണ്ടുപോകും. ഇത് ഇവിടെ ആൾക്കാർ കടലിൽ കൊണ്ടുപോകണത്. ഇവിടുത്തെ ബീച്ചിൽ നമ്മൾ വന്നിട്ട് ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഉറങ്ങാന്ന് വിചാരിച്ചു കുറച്ചേരം. എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കും. നമുക്ക് ഉറങ്ങാൻ കുറച്ച് നേരം അവിടെ കിടന്നു. സാവു നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞു തന്നാണ്. അവിടെ വന്നപ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടു. എന്താണ് ഫുഡ് നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്യും കേട്ടോ. വൈകുന്നേരം പോകുമ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. ഇത് ലൈവ് പ്രോൺസും ക്രാബും ഒക്കെ കേട്ടോ. ലൈവ് പ്രോൺസ്, ടൈഗർ പ്രോൺസ്, അതും ഇതൊക്കെ ഉണ്ട്. ഇത് ഫിഷ് ഉണ്ട് അവിടെ കണ്ടോ, അത് ഫിഷാണ്. ക്രാബ്, ഷെല്ലൊക്കെ ഉണ്ട്. ജീവനോടെ എല്ലാത്തിനും ഇട്ടേക്കും കണ്ടോ. ഇതാട്ടോ അവിടുത്തെ അമ്മച്ചി. നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് കഴിക്കാൻ അടുത്ത കടയിൽ വന്നിരിക്കുകയാണ്. വൈറ്റ് റോസ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ വൈറ്റ് റോസ് ഡംപ്ലിങ്സ്, ബൻ ബാവു ബൻ വാക്ക് കഴിക്കാനാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഷ്രിംപ് ഡംപ്ലിംഗ് മെയ്ഡ് ഫ്രം ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് ഡഫ് ബഞ്ചഡ് അപ്പ് ടു ലുക്ക് ലൈക്ക് എ റോസ് ഷേപ്പിൽ ഉള്ള ഷ്രിംപ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. 70,000 BND ആണ് ഇവിടെ. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ആരാണ്ടൊക്കെ വന്ന് കഴിച്ചേക്കണത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി ഫോറിനേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ. ഇതാട്ടോ കേട്ടാ. എന്നമോ എന്നമോ ഇപ്പം നമ്മൾ ഡംപ്ലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആട്ടോ. വരുന്ന മെനു ഉണ്ടോ, ആകെ 2 ഐറ്റംസേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഒന്ന് വോൺടോണും, ഫ്രൈഡ് വോൺടോണും, വൈറ്റ് റോസ് ഡംപ്ലിങ്. അപ്പോൾ വൈറ്റ് റോസ് ഡംപ്ലിങ്ങാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതാട്ടോ ഫേമസ് ഇവിടുത്തെ. പിന്നെ വോൺടോൺ നമ്മൾ ഇന്നലെ കഴിച്ചു അല്ലേ. അത് മറ്റേ ലേസ് പോലത്തെ സാധനത്തിൽ കുറേ സലാഡ് പോലത്തെ എന്തൊക്കെയോ വെച്ചിട്ടുള്ള സംഭവമാണ്. ക്രിസ്പി ആയിട്ടുള്ള എന്തൊക്കെയോ സംഭവം അല്ലേ. അപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ട് ബാക്കി എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം. ദേ വന്നു. ഓ റോസാപ്പൂ പോലെ ഇരിക്കുന്ന ആ ചിരി നോക്ക്. വിശന്നിട്ട് കണ്ണാൻ പറ്റുള്ള വിച്ചിട്ട് ഏട്ടെ കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യണതും കൂടെ ഞാൻ എടുക്കാം. ലാസ്റ്റ് കളിയാക്കി ഒടുവിൽ ഞാൻ ഈ സാധനം എടുക്കാൻ പഠിച്ചു.
ആ ചോപ്സ്റ്റിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തകൃതിയായി കഷ്ടപ്പെടുന്ന വിച്ച് അത് ഭയങ്കര സ്ലിപ്പറിയാന്ന് പറഞ്ഞേ. ഓ കൊള്ളാവോ? എവിടെയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ? നമ്മൾ ഡിസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കാണാൻ നല്ല ഭംഗിയുള്ള കഫേ. അപ്പോൾ അത് അതെ ഒരു കൊറിയൻ വൈബ് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കയറാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. എന്താ നമ്മൾ ട്രൈ ചെയ്ത എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഇത് ജിലു ട്രൈ ചെയ്തതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ അത് നമ്മൾ ഓൾറെഡി ഹോങ്കോങ്ങിൽ വെച്ച് ട്രൈ ചെയ്തത് കൊണ്ട് അത് വേറെ, പക്ഷെ അതിൻ്റെ ഏകദേശം ഒരു സെയിം ഫ്ലേവർ തന്നെ. പിന്നെ ടോഫു ബോബ ഡെസേർട്ട് അല്ലേ, ഇതും കുഴപ്പമില്ല, ഓക്കെ ആണ്. ഇതും ഓക്കെ ആണ്. ഇത് അവരുടെ എന്തോ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്, ബോബ ഓറിയോ ക്രീം എന്ന് പറഞ്ഞത്. അത് കുറച്ച് തിക്ക് ഫ്ലേവറാണ്, സ്മൂത്തി. ഇത് പക്ഷേ ഇച്ചിരി വാട്ടറി പോലെയാണ്. പിന്നെ ഇതും കൊള്ളാം. ഇത് വേറൊരു ടൈപ്പ് ബോബ ഡെസേർട്ട് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുക അല്ലേ. സൊവനീർ തരാണ് ഇവിടുത്തെ. നമ്മൾ എക്സ്ട്രാ ഒരു ദിവസം കൂടി സ്റ്റേ എടുത്ത സന്തോഷത്തിൽ അവർ നമുക്ക് സൊവനീർ തന്നു കേട്ടോ. വിച്ചെന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഇത് നല്ല രസമാണത് കേട്ടോ. താങ്ക് യു. ബൈ ഹനോയി. നമ്മളങ്ങനെ ബനാഹിൽസിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളി. അവരുടെ നമ്പർ തന്നേക്കാം. നമ്മൾ വലിയ ബാഗ് കേട്ടോ നോക്കണം. ഇവർ ചിരിക്കും. ഇത്രയും വലിയ ബാഗായിട്ട് ബനാഹിൽസ് വരുന്ന ആദ്യത്തെ ആൾക്കാർ നമ്മളായിരിക്കും. നമ്മൾ ഭയങ്കര വീഡിയോഗ്രാഫി നടക്കാനുണ്ടോ, എത്ര പേരെ വെയിറ്റിംഗ് നോക്കി. നമ്മളങ്ങനെ ബനാഹിൽസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എല്ലാം ഒപ്പിയെടുക്കുന്ന ദേവിച്ചിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ 여러 군데가 저기 저봐. Anh đưa điện thoại cho mẹ. Có mấy cái rồi nè em. Dạ. Có mấy cái. Xuống bên giờ kia mà sao chị? Không bên nào cũng nhìn được mà chị. Không để mẹ chị chụp ảnh. Vô. Chốt thức ăn lên bằng. എവിടെ പോവാണ്? Tại đi là đang đi lên. Đâu có phải giờ cho mình đi cáp treo này, xong rồi chút nữa mình đi lại mà, đâu có phải ăn ở trên cáp treo đâu.
രക്ഷയില്ലാത്ത വ്യൂ. എൻ്റെ പൊന്നി, നമ്മളെ കുറേ നേരം ഇരുന്നില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി. നല്ല സ്പീഡിലാട്ടോ ഇത് വരുവും പോയി. ഞാൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും നീണ്ട ക്യൂവാ. US ഇതിനേക്കാളും ഭേദമാണെന്ന് തോന്നണം അല്ലേ കുഞ്ഞു? US ഓരോ റൈഡിൽ കയറണേനുള്ളൂ. ഇതിവിടെ ഓരോ സ്ഥലത്ത് പോണതിനും ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഹെവി ക്യൂ ആട്ടോ. ഇപ്പം ഇവിടെ എങ്ങനെ കയറിയപ്പോൾ നമ്മളൊരു ട്രെയിനിൽ കയറി. നമോ പാട്ട് നോക്കി.
ഓ കോട 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 മഞ്ഞിൻ കോട വന്നു ഗൈസ് കോട. അപ്പോൾ ഇതാണ് ഗൈസ് ലൂണ കാസിൽ. ഇത് ഇപ്പുറത്ത് വേറെ ഏതോ ഒരു കാസിലും കാണുന്നുണ്ട്. ഒരാള് കോടയായിട്ടോ. നമ്മോ ഇത് എവിടെയാ? ഇത് വിയറ്റ്നാം തന്നെയാണോ? ഗൈസ് നമ്മളപ്പോൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുൾ മഴ, എല്ലാം സസ്പെൻഡ് ചെയ്തു. ഉണ്ടോ ക്ലൈമറ്റ് കാരണം ഫുൾ ബാഡ് വെതർ ആയിരിക്കുകയാണ് മൊത്തത്തിൽ. In this crazy life we live, we all need someone to hold, a friend to light the way when the world starts to unfold. Through all the ups and downs, the highs and lows we share, we'll stick together, ride or die, let's show we really care. Through thick and thin, you've been there by my side, a shoulder to lean on when the tears couldn't hide. You're the one who lifts me up. അങ്ങനെ കേബിൾ കാറിൻ്റെ പേടിപ്പെടുത്തുന്ന ഇതിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു നമ്മുടെ ഇന്നത്തെ സ്റ്റേക്കേഷൻ. ഓ ഏച്ചൻ എൻ്റെ ക്ലിപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മളുടെ റൂം കേട്ടോ. കമ്പാരറ്റീവ്ലി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള അഫോർഡബിൾ റേറ്റിലുള്ളൊരു ഇതാണ്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ പറയാം. ഞാൻ വന്നിട്ട് ചെറുതായിട്ടൊന്ന് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ നോക്ക് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെയൊക്കെ, നോക്ക് ഇൻറ്റീരിയേഴ്സൊക്കെ കാണാൻ കിടിലനാണ് ഗൈസ്. അങ്ങനെ ദേ ഇവച്ചൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. ഇതാണ് നമ്മളുടെ റൂം കേട്ടോ. നല്ല കിടിലൻ റൂം. വാഷ്റൂം ഇതാണ് കേട്ടോ, ഉണ്ടോ? ഇത് നല്ല സ്പേഷ്യസ് ആണ്, നല്ല കിടിലൻ റൂമാട്ടോ. കണ്ടോ ഇതാണ് റൂമും പോട്ടെ. നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ കണ്ട സ്ഥലം ഇതാണ് കണ്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ? ശരിക്കും നമ്മളൊരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുന്ന സെയിം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആകെ ഒരു പ്രശ്നം, നമ്മൾ ബാഗ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് ഈ സ്റ്റെപ്പിൽ കൂടെ കയറി വന്നെ എന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മുടെ ലഗേജ്. വേറെ കറക്റ്റ് സെൻറ്ററിലാണ്. നമ്മൾ ചോദിക്കുകയാണ് ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ നമ്മൾ എൻക്വയറി നടത്താണ്. ഓ നോക്ക്, കണ്ണാടിയുടെ ഒരു ആവശ്യമേ ഇല്ല. വാവ്, ഇതുണ്ട് ഫ്രഷ് ആയിട്ട് ഓയിസ്റ്റർ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതാണ് നമ്മളുടെ BB എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഇതുണ്ട് എല്ലാം ലൈവായിട്ടാണ് കേട്ടോ.
ക്രാബ് സംഭവങ്ങളൊക്കെ എല്ലാം അവർ ലൈവായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതെടുക്കുകയാണ്. കണ്ട, അറിയില്ല ഫുഡ് എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് സീ. നന്നായിട്ട് വിശക്കുന്നുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഫ്രൈഡ് റൈസ്? ശരിക്കും ഇതാണോ ഫ്രൈഡ്? അല്ലേ, അവർ ശരിക്കും റൈസ് ഫ്രൈഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രിൽഡ് ഓയിസ്റ്റർ, നമ്മൾ ഗാർലിക് അല്ലേ പറഞ്ഞല്ലേ. നമ്മൾ വരുന്ന വഴിക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് മേടിച്ചു ഗൈസ്.